എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അക്ഷയ തൃതീയ ദിനത്തെക്കുറിച്ച് അല്പം സംസാരിക്കാമെന്ന് ചിന്തിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ അക്ഷയ തൃതീയ ദിവസത്തെക്കുറിച്ച് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ടിവിയിലാണെങ്കിലും പത്രങ്ങളിലൊക്കെ ആണെങ്കിലും അക്ഷയ തൃതീയ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള ദിവസമാണ്. അന്ന് സ്വർണം വാങ്ങിയാൽ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്താ ഒരു അന്ധവിശ്വാസം നമുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങാനുള്ള ദിവസമാണോ എന്ന് ചിന്തിക്കണം. ഞാൻ പറയും അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഈ അക്ഷയ തൃതീയ ദിനത്തിന്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ചന്ദ്രമാസ കലണ്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രവർഷത്തിൽ നമുക്ക് സാധാരണയായിട്ട് 30 ദിവസം ഉണ്ടായിരിക്കില്ല. 29.5 ദിവസങ്ങളാണ് നമുക്ക്, 29 ദിവസമാണ് നമുക്ക് ചന്ദ്രമാസത്തിലുള്ളത്. ഈ ചന്ദ്രമാസത്തിലെ 2 പക്ഷങ്ങളെ കുറിച്ച് മിക്കവാറും നമ്മളെ ഈ ജ്യോതിഷമൊക്കെ ചന്ദ്രമാസവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചന്ദ്രമാസത്തിൽ ഒരു മാസമാണ് വൈശാഖ മാസം എന്നുള്ളത്. അത് 12 മാസം അതിനകത്തുണ്ട്. ആ വൈശാഖ, ഇപ്പം നമ്മൾ കർക്കിടക മാസത്തിലെ ശ്രേഷ്ഠമാസം എന്നൊക്കെ പറഞ്ഞാൽ ചിങ്ങം, അങ്ങനെ ഓരോ മാസത്തിന് ഓരോ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ നൽകാറുണ്ടല്ലോ. അതുപോലെ ചന്ദ്രമാസത്തിൽ സർവ്വശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്ന ദിവസം ഈ വൈശാഖ മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ്, അത് 2 പക്ഷം, ശുക്ലപക്ഷം എന്നും കൃഷ്ണപക്ഷം എന്നും 2 പക്ഷം ഉണ്ടല്ലോ. അതിലെ ആ 2 പക്ഷത്തിലെ എന്ന് പറയുന്നത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്നൊക്കെ പറയുന്നുണ്ട്. അതില് തൃതീയ ദിനം, അതായത് വൈശാഖ മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന 3ാമത്തെ ദിനം എന്നാണ്. അപ്പോൾ പ്രഥമാറിന് 1ാമത്തെ, ദ്വിതീയ 2ാമത്തെ, തൃതീയ എന്നാണ് 3ാമത്തെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ തൃതീയ ദിനം എല്ലാ മാസത്തിലും ഉണ്ട്. പക്ഷെ വൈശാഖ മാസത്തിലെ തൃതീയ ദിനത്തിന് പ്രാധാന്യമുണ്ട്. അതാണ്, ആ ദിവസത്തെയാണ് നമ്മൾ വിളിക്കാറ് അക്ഷയ തൃതീയ എന്ന്. എന്തുകൊണ്ടാണ് അതിന് അക്ഷയ തൃതീയ എന്ന് വിളിക്കാൻ കാരണം? ക്ഷയമേൽക്കാത്ത, ഒരിക്കലും. അക്ഷയ മീൻസ് റെഡ്യൂസ്, ഡിക്രീസ്, കുറയുക, ലൂസ്, നഷ്ടപ്പെടുക, പിന്നെ എന്നുള്ളതാണ്. നമുക്ക് പെർമനൻസി, എൻറ്റേണർഷിപ്പ്, നമുക്ക് എന്നും സുസ്ഥിരമായ നിലനിൽപ്പിനെ കാണിക്കുന്ന സുദിനമാണ് അത്രേ അക്ഷയ തൃതീയ. ആ അക്ഷയ തൃതീയ ദിനത്തിൽ എന്ത് നമ്മുടെ മെറ്റീരിയൽ ലോകത്ത് ചെയ്താലും അത് എവർലാസ്റ്റിക് ആയിരിക്കും, എക്കാലവും അനശ്വരമായി നിലകൊള്ളും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ അക്ഷയ തൃതീയ ദിവസത്തിൽ സ്വർണം വാങ്ങിയാൽ നമുക്ക് കൂടുതൽ സ്വർണം വാങ്ങാനുള്ള ഐശ്വര്യം ദേവി തരും, അല്ലെങ്കിൽ നമുക്കുണ്ടാകുമെന്ന ഒരു വിശ്വാസം. പക്ഷേ നമുക്ക് ഈ അക്ഷയ തൃതീയ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ദിവസം എന്തിനായിക്കൊണ്ടുള്ളതാണ്, അതാണോ നമ്മൾ സമാചരിക്കാറ് എന്ന് ചിന്തിക്കാം നമുക്ക്. അതായത് വേർഷിപ്പ് ഓഫ് അക്ഷയ തൃതീയ ഡേ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്, അത് ഓസ്പീഷ്യസ് ഡേ ആയിട്ട് നമ്മൾ ചിന്തിച്ചു പോരുന്നതിന്റെ കാരണം എന്താണ്? അതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. പുറകിലേക്ക് പോയാൽ ഈ അക്ഷയ തൃതീയ സുദിനത്തിലായിരുന്നു ത്രേതായുഗം, ചതുർയുഗങ്ങളായ ഒരു യുഗം ആരംഭിക്കുന്നത്. കൃതയുഗം അല്ലേ, ത്രേതായുഗം, ദ്വാപരയുഗം, അങ്ങനെയുള്ള യുഗത്തിൽ ത്രേതായുഗം, ശ്രീരാമചന്ദ്ര കാലഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള യുഗം ആരംഭിക്കുന്നത് അക്ഷയ സുദിനത്തിലാണ് എന്ന് പറയുന്നു. അതതിൻ്റെ ശ്രേഷ്ഠതയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന് പറയുന്നത് 2 ഇതിഹാസമാണല്ലോ, ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവും. ഈ മഹാഭാരതം എന്ന് പറഞ്ഞ ഇതിഹാസം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം എന്ന് നമ്മൾ തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ, അത് വ്യാസനാൽ ഗ്രന്ഥമാക്കപ്പെട്ട ഗ്രന്ഥരാശിയാണ് മഹാഭാരതം എന്ന് പറയുന്ന 1,25,000 ശ്ലോകം വരുന്ന ആ വലിയ ഗ്രന്ഥം വ്യാസൻ രചിച്ചുവെങ്കിലും അത് എഴുതിച്ചത് ഗണപതിയെ കൊണ്ടാണ്. അപ്പോൾ വ്യാസൻ പറഞ്ഞു കൊടുത്ത് ഗണപതിയെ കൊണ്ട് അത് എഴുതാൻ ആരംഭിച്ച ദിവസവും ഈ അക്ഷയ തൃതീയ ദിവസത്തിലാണ്. അപ്പൊ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? അല്ലെങ്കിൽ ഗോ ടു ജ്വല്ലറി, സ്വർണ്ണ കടയിലേക്ക് പായുക, അവിടെ പോവുക എന്നുള്ളതൊക്കെ ആണോ? അല്ല. പിന്നെയും ഐതിഹ്യം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഗംഗാ നദി പണ്ട് ദേവലോകത്തിലൂടെ ഒഴുകി നടന്നിരുന്ന പുണ്യനദയായിരുന്നു.
അതിനെ ഭഗീരഥൻ എന്ന് പറഞ്ഞ ഋഷി വളരെയധികം കഷ്ടപ്പെട്ട് ഭഗീരഥ പ്രയത്നം പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനെ ഭൂമിയിലേക്ക് ചാടിച്ചു കൊണ്ടുവന്ന അന്ന് ഭൂമിയിലേക്ക് ഗംഗാനദി ചാടി അല്ലെങ്കിൽ ആവിർഭവിച്ചു വന്ന സുദിനം അക്ഷയ തൃതീയ ദിവസത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഏതേത് കഥകൾ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം സർവശ്രേഷ്ഠമാണ്. അപ്പൊ സർവശ്രേഷ്ഠമായ സുദിനങ്ങളൊക്കെ അക്ഷയ തൃതീയ ദിവസങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഗംഗാനദി ആവിർഭവിച്ചതും ഭൂമിയിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അതൊരു കഥ വേറെയാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലെന്ത് കൂടും എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ദ്രലോകത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ദ്രസിംഹാസനം നഷ്ടപ്പെട്ടു. ഒരിക്കൽ ദേവാസുര യുദ്ധമൊക്കെ ഉണ്ടായി, ഇന്ദ്രൻ കാട്ടിവിട്ടു അല്ലേ. അങ്ങനെ തൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ട ഇന്ദ്രന് പിന്നെ അത് തിരിച്ചു കിട്ടിയത് ഈ അക്ഷയ തൃതീയ ദിനത്തിലാണ്. അത് നമുക്കറിയാം വാമനാവതാരവുമായി ബന്ധപ്പെട്ട കഥയാണ്, മഹാബലിയുടെ ഒക്കെ. അങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നെ ഇന്ദ്രലോകം തിരിച്ചു കിട്ടിയത്? എന്തായാലും അത് തിരിച്ചു കിട്ടിയത് ഈ നല്ലൊരു ദിവസമാണ് എന്നുള്ളതല്ലേ. അത് ആണ് നമ്മളിപ്പോൾ ഈ ചില ദിവസങ്ങളൊക്കെ മോശമാണെങ്കിലും അതിന് ഗുഡ് ഫ്രൈഡേ എന്നല്ലേ നമ്മൾ പറയാറ് അല്ലെ, ദുഃഖ വെള്ളിയാഴ്ചക്ക്. അതുപോലെ അതിനും കഥ ഉണ്ട് കേട്ടോ, അതിലേക്ക് നമ്മൾ ബൈബിളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഇന്ദ്രന് തന്റെ സാമ്രാജ്യം തിരിച്ചു കിട്ടിയതും അക്ഷയ തൃതീയ ദിനത്തിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് സന്ദേശം, ഒരു പിന്നെ കഥയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവിടെയാണ് ഈ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ കിടക്കുന്നത്. അതെങ്ങനെയാ വെച്ചാല്, നമ്മുടെ നാരദ മുനി ഒരിക്കല് ദ്വാരകയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലൊക്കെ വന്ന് ശ്രീകൃഷ്ണന്റെ ഭാര്യമാരെയൊക്കെ ഒന്ന് കണ്ട് രോഗിയൊക്കെ പറഞ്ഞ് ഒന്ന് പോവാന്ന് വിചാരിച്ചു നാരദൻ. അങ്ങനെ നാരദൻ വന്ന് ദ്വാരകയെ കണ്ടു. നഞ്ഞ് സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ബംഗ്ലാവ് സത്യഭാമയുടെ ബംഗ്ലാവിൽ ചെന്നു. അങ്ങനെ കുടിക്കാനും വെള്ളമൊക്കെ കാര്യം കൊടുത്തു നാരദന്. അങ്ങനെയുള്ള അതിഥി വന്നാൽ അതിഥേവോ പോലെ കുറെ കഴിഞ്ഞ് സത്യഭാമിയായിട്ട് സംസാരിച്ചപ്പോൾ നാരദൻ ഒരു പിടുത്തം കിട്ടിയത്, സത്യഭാമിക്ക് ഒരു അഹം ഉണ്ട്, ഈഗോ. എന്താ, ഈ ശ്രീകൃഷ്ണൻ എന്നെ കവിഞ്ഞ ആരുമില്ല, ഞാനാണ് ഈ ശ്രീകൃഷ്ണന്റെ ഏറ്റവും ഉത്തമ ഭാര്യ, സർവശ്രേഷ്ഠ പത്നി ഞാനാണ് എന്ന് നാരദനോട് പറഞ്ഞു. അതായത് എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രീകൃഷ്ണ ഭഗവാനെ ബാക്കി ഭാര്യമാരൊക്കെ, കുറെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം. അപ്പോ നാരദൻ ഇവിടെ ഒരു പരീക്ഷണത്തിന്, ഒരു ബെറ്റിന് വെച്ചു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു മത്സരത്തിൽ ഏർപ്പെടാം. ആ മത്സരത്തിൽ ആര് വിജയിക്കുന്നുവോ, നീ തോക്കുകയാണെങ്കിൽ ബെറ്റ് പ്രകാരം ശ്രീകൃഷ്ണ സമതുല്യം സ്വർണം നീ തുലാഭാരം തൂക്കണം. ഹലോ, ഇവിടെയാണ് ഈ വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ഈ തുലാഭാര വഴിപാട് ആരംഭിച്ചത് ഇവിടെയാ. അപ്പം തുല്യമായിട്ട് സ്വർണം ഒരു ത്രാസിൽ വെക്കണം. മറ്റേ ത്രാസിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കും. ഇപ്പുറത്ത് നീ സ്വർണ്ണക്കട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം. ഓൺ കണ്ടീഷൻ ഇഫ് യു ഫെയിൽ, ഇതിനെ പരാജയപ്പെടുകയാണെങ്കിൽ. അപ്പോൾ സത്യഭാമ സമ്മതിച്ചു, ഡീലൊക്കെ ആയി. ചുരുക്കി പറഞ്ഞ സത്യഭാമ നാരദനുമായിട്ടുള്ള ആ മത്സരം എന്താണെന്ന് ഞാൻ പോയി പോകുന്നില്ല, തോറ്റപ്പോൾ സത്യഭാമ ശ്രീകൃഷ്ണൻ മറ്റേ തട്ടിൽ, തിങ്ങ തട്ടിൽ സ്വർണ്ണക്കട്ടി ഇങ്ങനെ കൊണ്ടുവച്ചു. കാരണം സത്യഭാമയെ സംബന്ധിച്ചോളം സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമൊന്നുമല്ല, ഇവിടുത്തെ മാതിരി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതല്ല. പിന്നെന്താ, മുപ്പത്തിയാരുടെ അച്ഛന് സത്രാജിത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു സിമന്തകം എന്ന് പറഞ്ഞ ഒരു സൂര്യദേവൻ നൽകിയ ഒരു രത്നമുണ്ട്. അതിങ്ങനെ ദിവസം പ്രൊഡ്യൂസ് ചെയ്യല്ലേ സ്വർണ്ണഷ്ടന്മാരി, ഇത്ര തൂക്കം. അപ്പൊ അതിങ്ങനെ റൂമിൽ അടുക്കി വെച്ചിട്ട് സ്ഥലമില്ലാതെ നിന്നാ പിന്നെ കൃഷ്ണനിപ്പോ തൂക്കാപ്പ് എത്രയേ ഉണ്ടാവുള്ളൂ, മുപ്പത്തിയാറ് വിചാരിച്ചിട്ടാണ് ഇതിനെ ഏറ്റത്. പക്ഷേ തൻ്റെ കൊട്ടാരത്തിലുള്ള സകലமான സ്വർണ്ണക്കട്ടികളും വെച്ചിട്ട് തൂങ്ങണില്ലപ്പാ. പക്ഷെ ഈ സത്യഭാമയ്ക്ക് അറിയുന്നുണ്ട്, ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന അഖിലാണ്ട ബ്രഹ്മാണ്ട നായകനാണെന്നും ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മുഴുവൻ മെറ്റീരിയൽ വെയിറ്റും ശ്രീകൃഷ്ണനിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തെ തൂക്കാൻ മാത്രം വെയിറ്റ് ഉണ്ടാവുമോ ബ്രഹ്മാണ്ടത്തിലെ സ്വർണത്തിന്? അല്ലേ, ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സ്വർണം, അതിന്റെ ഒരു ഉൽപ്പഭാഗമായിരിക്കുന്ന ഖനീന്നൊക്കെ അതിൻ്റെ കുളിച്ചെടുക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ആവുമോ? ആവില്ല. പക്ഷെ അവിടെ ഒരു അഹംഭാവം ആണ് ഉണ്ടായത്. അങ്ങനെ തൂക്കി. ഈ മത്സരം പിടുത്തം വിട്ടു എന്ന് കണ്ടപ്പോ കൃഷ്ണന്റെ മറ്റേ ഭാര്യ ഉണ്ടല്ലോ, രുക്മിണി സ്വയംവരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാഗവതത്തിലൊക്കെ. അങ്ങനെ
രുക്മിണി ഇടപെട്ടു. രുക്മിണി പറഞ്ഞു, സത്യഭാമേ, എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്വർണ്ണക്കട്ടിയൊന്നും വെക്കാനില്ല. എന്നാലും ആ സ്വർണ്ണക്കട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ എന്നും ശ്രീകൃഷ്ണന്റെ തുളസിയെ ആരാധിക്കാറുണ്ട്. അപ്പോൾ തുളസിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, തുളസിയുടെ പ്രാധാന്യം എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള. അത് കേൾക്കാത്തവരൊക്കെ ഒന്ന് PVM ഗ്ലോബൽ വെച്ച് കേൾക്കുക. അപ്പം എൻ്റെ കയ്യിൽ ആകെ ഒരു തുളസിയുടെ ഇതളുണ്ട്, ഞാൻ ഇത് ഈ തട്ടിലൊന്ന് വെച്ച് നോക്കാം, കൃഷ്ണ ഭഗവാൻ തൂങ്ങോ ഇല്ലേ എന്നറിയാലോ. അങ്ങനെ രുക്മിണി തുളസിയുടെ ഒരു ഇതളെടുത്തിട്ട് ത്രാസിൽ വെക്കുകയും അതാണ്ടപ്പ താവണു. അപ്പൊ തുല്യമായി കൃഷ്ണന്റെ സമതുല്യം തൂങ്ങിയ, അതാണ് തുലാഭാര വഴിപാടിന്റെ ഐതിഹ്യ കഥ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് മെറ്റീരിയൽ വേർഷിപ്പ് അല്ല, ഓസ്പീഷ്യസ് വേർഷിപ്പാണ് പ്രധാനം. നമ്മൾ എത്ര തന്നെ മെറ്റീരിയലിൽ അഹംഭാവം ഉണ്ടായാലും ഇതൊക്കെ ഭഗവാൻ തരുന്നതാണ്. ചില കാവുകളിലും ക്ഷേത്രങ്ങളിലൊക്കെ ചില കൽപ്പന അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് എന്താ തരിക എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതൊരു ചോദ്യമാണ്. എന്താണ്, ഞാൻ പറയുന്ന കാര്യം ശരിയാക്കി തന്നാൽ അമ്മയ്ക്ക് എന്താ തരിക എന്ന് സത്യം പറഞ്ഞാൽ ഭഗവാൻ ചോദിക്കൂ? ഇല്ല. കാരണം ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മുഴുവൻ അങ്ങേരുടെയാണ്. പിന്നെ അതിനെടുത്തിട്ട് എനിക്ക് എന്താ തരിക എന്ന് ചോദിക്കും? യുക്തിക്ക് തീരെ പ്രാധാന്യം കൊടുക്കില്ല. എന്നിട്ട് താലി കൊണ്ട് പണയം വെക്കാനൊക്കെ തയ്യാറാവും. അപ്പം അതൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ സ്വർണ്ണക്കട്ടി എത്ര വെച്ചിട്ടും ഇവിടെയാണ് നമ്മുടെ സ്വർണം വാങ്ങുന്നതിന്റെ ഐതിഹ്യവുമായി ഈ അക്ഷയ തൃതീയയായിട്ട് ഘടിപ്പിക്കുന്നത്. കാരണം ഈ അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിയ സ്വർണം കൂടത്രേ, കൂടി പോകുക അത്രേ. സത്യം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുക ഇല്ല. സ്വർണ്ണക്കടക്കാർക്ക് അത് അഭിവൃദ്ധിയുടെ ദിവസമാണ്. പക്ഷെ സ്വർണം വാങ്ങണവർക്ക് അത് അഭിവൃദ്ധിയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം അവിടെ ഭഗവാൻ തന്നെ പറയുന്നത് ഈ സുദിനം സ്വർണം വാങ്ങാനുള്ളത് അല്ല എന്നാ സ്ഥിരീകരിക്കുന്നത്. പിന്നെന്താ, കൃഷ്ണൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി, ഇല്ലേ, പറയുന്നില്ലേ? എടോ, നിങ്ങൾ എന്നെ സ്വർണം കൊണ്ടല്ല തൂക്കേണ്ടത്, എന്നെ നിങ്ങൾ സ്വർണം കൊണ്ടല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ പത്രം, ഇല, പുഷ്പം, അല്ലെ, പൂക്കള്, തോയം, അല്പം വെള്ളം, ഇത് മതി എന്നെ ആരാധിക്കാൻ. ഇതൊന്നും മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട്. അവരാണ് ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി കൊണ്ട് നടയിൽ തള്ളുന്നവർ. ശരിക്കും ഭഗവാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഞാൻ തന്നെ പ്രദാനം ചെയ്യുന്ന കുറച്ച് പൂക്കളോ വേണമെങ്കിൽ കുറച്ച് ബലോ ഒക്കെ വെച്ച് ആരാധിച്ചോളും. അത് മതി. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഗീതയൊക്കെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പം ഈ പത്രം, പുഷ്പം, ബലം, തോയം ഇതില് എന്നെ ആരാധിച്ചാൽ അത് തന്നെ സർവശ്രേഷ്ഠമാണ്. അപ്പോൾ ദിസ് അക്ഷയ തൃതീയ ഡേ ഈസ് നോട്ട് മീൻ ഫോർ ബൈയിങ് ആസ് മച്ച് ഗോൾഡ്. കുറെ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള ദിവസമല്ല. സ്വർണം വാങ്ങരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അന്ന് പകരം നിങ്ങൾ എന്നെ വേർഷിപ്പ് ചെയ്യൂ, നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്നാണ് ഈ ഐതിഹ്യകഥ പറയുന്നത്. അവിടെ സ്വർണത്തെക്കാൾ ശ്രേഷ്ഠം തുളസിയാണ്. പിന്നെ മറ്റൊരു കഥ കൂടി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒത്തിരി കഥകളുണ്ടായത്, പ്രധാനപ്പെട്ടാണ് പറഞ്ഞത്. മറ്റൊരു കഥ, സുദാമ, നിങ്ങൾ പറഞ്ഞില്ലേ, കുചേല വൃത്തം. അതായത് നമ്മുടെ പാപ്പരായി കുത്തുവാളെടുത്തിരിക്കുന്ന കുചേലൻ ഒരിക്കൽ തന്റെ സഹപാഠിയായിരിക്കുന്ന കൃഷ്ണന് ദ്വാരകയിൽ കാണാൻ പോകുന്നില്ലേ, ഭാര്യയുടെ പ്രേരണാർത്ഥം. നമ്മളൊന്ന് പോയി ചോദിക്കി, കുറച്ച് പൈസ കടം വാങ്ങിയാലും നമുക്ക് പൈസ കുട്ടിയൊക്കെ കൊടുക്കാന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് മൂപ്പര് മനസ്സോടെ കുറച്ച് അവിലൊക്കെ ഇടിച്ചു പൊതിഞ്ഞ് കൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയും കൃഷ്ണൻ അതിൽ രണ്ട് പിടി വാരി തിന്നുകയും മൂന്നാമത്തെ പിടി വാരാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പോഴും ഈ രുക്മിണി ഇടപെട്ട് പിടിച്ചു. അപ്പോൾ ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കുചേല വൃത്തം സുദിനവും സംഭവിച്ചത് ഈ അക്ഷയ തൃതീയ. അതെന്താ കാണിക്കുന്നത്? കുചേലന് അഭിവൃദ്ധി കിട്ടിയത് എങ്ങനെ കിട്ടിയത്? ഭക്തിയാൽ. ഭക്തി കൊണ്ട് കുചേലന് അഭിവൃദ്ധി ഉണ്ടായതും ഈ ദിവസമാണ്, അക്ഷയ തൃതീയ ദിവസമാണ്. അപ്പൊ അവിടെയും നമുക്ക് കാണിക്കേണ്ടത് മെറ്റീരിയൽ സബ്മിഷൻ അല്ല ശ്രേഷ്ഠം എന്നുള്ളത്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചോളം നമ്മുടെ പവിത്രീകരിക്കപ്പെട്ട മനസ്സാണ് വേണ്ടത് എന്നാണ്. പിന്നെ ഈ അക്ഷയ സുദിനത്തിൽ പിന്നെ നമ്മൾ എന്താ പിന്നെ ചെയ്യേണ്ടത്? അക്ഷയ സുദിനത്തിൽ ഒരിക്കലും സ്വർണം വാങ്ങിക്കൂട്ടാനുള്ളതല്ല. എന്നാലും ഇതൊക്കെ പറഞ്ഞാലും, ഇതിന്റെ ഐതിഹ്യകഥകളൊക്കെ ഇങ്ങനെ പച്ചയായി വലിച്ചു കീറി പറഞ്ഞു തന്നാലും കുറെ അന്ധമായ അല്ലെങ്കിൽ അബദ്ധമായ വിശ്വാസത്തിലേക്ക് ചെന്നുപെടുകയും അങ്ങനെ സ്വർണ്ണ വ്യാപാരികൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു ദിവസമായി കൂടുതൽ വർഷം തോറും ഇത് പ്രചരിച്ച് പരസ്യമായി മുന്നിലേക്ക് പോകാനുള്ള ഒരു ദിവസമായി പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ വൈശാഖ മാസത്തിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറയുന്നുണ്ട് ഒരു ശ്ലോകം, എന്താണ്?
വൈശാഖസ്യ തൃതീയായാം വൈശാഖസ്യ തൃതീയായാം ശ്രീസമേതം ജഗദ്ഗുരും നാരായണം പൂജയായി. അതായത് വൈശാഖസ്യ തൃതീയായാം എന്ന വൈശാഖത്തിലെ തൃതീയ ദിനത്തില് ശ്രീസമേതം ജഗദ്ഗുരും, ജഗത്തിന്റെ ഗുരുവായിരിക്കുന്ന നാരായണനെ പൂജ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അന്ന് നാരായണനെ പൂജ ചെയ്യുകയാണ് വേണ്ടത്. ഈ അക്ഷയ സുദിനത്തില് നാരായണനെ പൂജ ചെയ്യൂ. അല്ലാണ്ട് എങ്ങനെ പൂജ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പുഷ്പം ധൂമാതി ലേപനം, പുഷ്പം ധൂമം മറ്റ് ചന്ദനാദി ലേപനം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അതിന്റെ വഴിപാടുകൾ ചെയ്യുക. അത് കോസ്റ്റ്ലി വഴിപാടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പുഷ്പ ധൂമാതി ലേപനം ചെയ്യുകയാണ് നിങ്ങൾ അക്ഷയ ദിനത്തിൽ വേണ്ടത്. അപ്പോൾ ആ അക്ഷയ തൃതീയ ദിനം വളരെ ഓസ്പീഷ്യസ് ഡേ തന്നെയാണ്. അന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കുക. അവിടെ ചന്ദനാദി ലേപനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമ വഴിപാട്. അന്ന് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ഈ ഇതുണ്ടല്ലോ ചന്ദനം കൊണ്ട് ലേപനം ചെയ്യുക വഴിപാടുണ്ട് ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് ഏറ്റവും സർവ്വശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ഭഗവാൻ സ്വീകരിക്കുക. അതുവഴി നിങ്ങൾക്ക് എവർലാസ്റ്റിക് പ്രോഗ്രസ് ഉണ്ടാവും. അല്ലാണ്ട് സ്വർണം വാങ്ങിക്കൂട്ടി എന്നുള്ളത് കൊണ്ട് കള്ളനെ പേടിച്ച് ജീവിക്കാമെന്നല്ലാതെ മറിച്ചൊരു സായുജ്യ ഒന്നും അതുകൊണ്ട് നേടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അക്ഷയ തൃതീയ ദിവസം ഒന്നുകൂടി പറയുന്നു. അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്നത് കറുത്ത ബാവ് ദിവസം ഏത് മാസത്തിലെ? വൈശാഖ മാസത്തിലെ നമ്മുടെ ശുക്ലപക്ഷത്തില് എൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. അത് അഭിവൃദ്ധിയുടെ ദിവസമാണ്. ശുക്ലപക്ഷം അവിടെ നിന്ന് തുടങ്ങുന്നത്. കാരണം പൂർണ്ണചന്ദ്രനിലേക്ക് ഉള്ള പ്രയാണമാണ്. അതായത് കറുത്ത ബാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അനുദിനം ഇങ്ങനെ ഈ എന്താ പറയുക, ഇങ്ങനെ ഒരു തേങ്ങാപ്പൂള് പോലെയുള്ള ചന്ദ്രൻ വികസിച്ച് വലുതായി പൂർണ്ണ ചന്ദ്രനായി വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ പ്രകാശത്തിലേക്കുള്ള പ്രയാണമായതുകൊണ്ടാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ പൗർണമി സുദിനം തൊട്ട് ചന്ദ്രൻ ക്ഷയിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുക. അതാണ് പണ്ട് ലങ്കയിൽ വെച്ച് നമ്മുടെ രാവണനും സീതാദേവിയും തമ്മിൽ സംവാദനത്തിൽ സീതാദേവി രാവണനോട് പറയുന്നുണ്ട് ഒരു കാര്യം. എന്താ? ഹേ രാവണ, നീ ആള് മിടുമിടുക്കനാണ്, നീ പൗർണമി സുദിനത്തിലെ ചന്ദ്രനാകുന്നു. കേട്ടപ്പോ രാവണനൊന്ന് പൊങ്ങി. നീ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. പക്ഷെ എൻ്റെ ശ്രീരാമചന്ദ്രൻ അമാവാസി ദിവസം കഴിഞ്ഞ് കറുത്ത വാവ് കഴിഞ്ഞ് ഉദിക്കുന്ന ആ നാളികേര പൂർവ്വമുള്ള ചെറിയൊരു ചന്ദ്രനാണ്. അപ്പോൾ രാവണനെ ഒരു സംതൃപ്തി കിട്ടുമോ, നിന്റെ ശ്രീരാമൻ ചെറുത്, ഞാൻ വലുത് എന്ന്. പക്ഷേ അതിന്റെ പുറകിലുള്ളതായ താത്വികമായ അർത്ഥം അന്ന് രാവണന് മനസ്സിലായില്ല. കാരണം എന്താ? രാവണ, നീ ഇപ്പൊ തേജസ് ഉണ്ട് എന്ന് കൂട്ടിക്കോ, പക്ഷെ നാളെ തൊട്ട് അനുദിനം നിന്റെ തേജസ് വെളിച്ചം കെട്ട് കുറഞ്ഞു വന്ന് ഒരു ദിവസം നീ കെട്ടുപോകും രാവണ. പക്ഷെ എൻ്റെ ശ്രീരാമചന്ദ്രനുണ്ടല്ലോ, കറുത്ത വാവ് കഴിഞ്ഞ് പ്രകാശം കൂടി പൂർണ്ണതയിലേക്ക് എത്തിപ്പെടും. അപ്പൊ അതാണ് ഈ പൗർണമിയുടെയും അതുപോലെ തന്നെ ഈ അല്ലെങ്കിൽ ഈ കറുത്ത പക്ഷത്തിന്റെയും വെളുത്ത പക്ഷത്തിന്റെയും പ്രാധാന്യം. അത് ചന്ദ്രമാസ പ്രകാരമാണ് അങ്ങനെ 2 പക്ഷങ്ങളുള്ളത് ചന്ദ്രമാസത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ചന്ദ്രമാസ പ്രകാരം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ജ്യോത്സ്യമൊക്കെ ഈ ചന്ദ്രമാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതില് ഈ വൈശാഖ മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന തൃതീയ, മൂന്നാമത്തെ സുദിനത്തെ നമ്മൾ സാധാരണ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. എല്ലാ വർഷവും പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും ചന്ദ്രമാസങ്ങളിലും ഈ തൃതീയ ദിവസം ഉണ്ട്. പക്ഷെ വൈശാഖ മാസത്തിലെ തൃതീയ ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളത്. അന്ന് നമുക്ക് എല്ലാ ദൈവാരാധനയ്ക്കും വളരെ ശ്രേഷ്ഠമാണ്. അല്ലാണ്ട് സ്വർണം വാങ്ങാനാണോ എന്ന് ഇനി നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വർണം വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോളൂ. അല്ല, സ്വർണം വാങ്ങാൻ ഏത് ദിവസവും എടുക്കാം. പക്ഷെ ഇതെല്ലാം ഈ കച്ചവട വ്യാപാരത്തിന്റെ പുറകിലുള്ള ചില നിഗൂഢ നീക്കങ്ങളാണെന്ന പരമാർത്ഥം നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോട് എല്ലാവർക്കും ഈ മെസ്സേജ് എത്തിക്കുക. ഓക്കെ.